ഇന്നൊരു കല്യാണ ഷോപ്പിംഗ് കേട്ടോ. എന്തായാലും എൻ്റെതല്ല, ചീമയുടേതല്ല, വേദയുടേതല്ല. അപ്പോൾ പിന്നെ ആരുടെ ആയിരിക്കും? നമ്മുടെ പ്രകാശ് ഏട്ടൻ്റെ ചേച്ചിയുടെ മകൻ്റെ കല്യാണമായിട്ടുണ്ട്. അതിൻ്റെ ഷോപ്പിങ്ങിന് നിൽക്കുകയാണ് നമ്മൾ പോത്തീസിൽ. തുണികളെല്ലാം വാരിപ്പറക്കിയിട്ട് നോക്കുകയാണ്. കല്യാണത്തിന് പെണ്ണിനെ നോക്കും പോലെ, അല്ലെങ്കിൽ ഒരു പൊടിക്ക് മുകളിൽ നമ്മളെ എല്ലാവരും ഒന്ന് നോക്കണ്ടേ? അപ്പോൾ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. എനിക്കും വേദയ്ക്കും ഏട്ടനൊക്കെ ഗോൾ അടിച്ചിട്ടുണ്ട്. എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് ഗീത ചേച്ചി. ഗീത ചേച്ചിയാണ് പ്രകാശ് ഏട്ടൻ്റെ ചേച്ചി. ചേച്ചിയുടെ മകൻ്റെ കല്യാണമാണ് ഇത്. പ്രകാശ് ഏട്ടൻ്റെ ചേട്ടൻ്റെ വൈഫും മോള് പ്രീതിയാണുള്ളത് കേട്ടോ. ലത ചേച്ചിയും പ്രീതിയും ഗീത ചേച്ചിയും ദീപ ചേച്ചിയും ഞാനും കൂടിയാണ് ഷോപ്പിങ്ങിനുള്ളത്. ഞാനും ഏട്ടനും ഉണ്ട് കേട്ടോ. വേദ സ്കൂളിൽ പോയി. ഇത് പ്രീതി, പ്രകാശ് ഏട്ടൻ്റെ ചേട്ടൻ്റെ മോളാട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. കാരണം ഒരു കല്യാണം വരുമ്പോൾ അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മളെല്ലാവരും കൂടിയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറൊരു സന്തോഷം തന്നെയാണ്. അത് പിന്നീട് ഒരിക്കലും കിട്ടത്തുമില്ല. ഞങ്ങൾ എപ്പോഴും ആലോചിക്കും, ചീമയുടെ കല്യാണം ഒരു പ്രാവശ്യം കൂടി നടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി എല്ലാമൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു. നമ്മൾ ഈ ടെൻഷൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. കുറേ ദിവസം കഴിഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ അത് പിന്നീട് ഒരിക്കലും ഉണ്ടാവത്തില്ല. വീണ്ടും ഇതുപോലെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാവും. പക്ഷെ അപ്പോഴും സംഭവിക്കുന്നത് അപ്പോഴും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വേദയ്ക്ക് ഞാൻ സ്കേർട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു സാരി എടുക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ട സാരികളൊന്നും കിട്ടിയില്ല. പിന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വന്നപ്പോഴേക്കും ഒരു സാരി വേദയ്ക്ക് പറ്റിയത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേദയ്ക്ക് സാരി എടുത്ത് ഞാൻ സ്കേർട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാണ്. ഞാനും ഒരു സാരി എടുത്തിട്ടുണ്ട്. ഏട്ടന് ഷർട്ടും മുണ്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും കോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഉള്ള ഒരേ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അധിക സമയം എനിക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വേദ സ്കൂളിൽ വിട്ടിട്ടാണ് വന്നത്. 2 സാരി ഒരു ഷർട്ടും എടുത്തപ്പോഴേക്കും സമയം 2:30 മണിയായി. വേദ സ്കൂളിൽ നിന്ന് വരാനുള്ള നേരമായി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾക്കുള്ള ഷോപ്പിംഗ് മാത്രം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു കേട്ടോ. അവർ കാര്യമായിട്ട് 8 മണി വരെ നിന്ന് എല്ലാവരും ഷോപ്പിംഗ് ചെയ്തു. അതിൽ കൂടാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, ഈ പോത്തീസിലായാലും ജയലക്ഷ്മിയിലായാലും എവിടെ ആയാലും കുറച്ചുകൂടെയൊക്കെ കളക്ഷൻസ് ആവാൻ കേട്ടോ. ഒന്നുമില്ലെന്നേ, നോക്കി പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടത്തില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഒന്നുമില്ല. പിന്നെ കണ്ടതിൽ കൊള്ളാം, മെച്ചം എന്ന് തോന്നുന്ന ഒരു സാരിയാണ് എടുക്കുന്നത്. വിലയ്ക്കോ ഒട്ടും കുറവില്ല കേട്ടോ. വിലയും കൂടുതൽ, എന്നാലും നല്ല തുണിയിട്ടില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് സാരിയാണ് എടുത്തത്. ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് ബ്ലൂ കളറാണ് കുറച്ച് എനിക്ക് എറിച്ച് നിൽക്കുന്നതായിട്ട് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് ബ്ലൂ ഷെയ്ഡാണ് എടുത്തത്. വേദയ്ക്കും ബ്ലൂ കളറിലൊരു സ്കേർട്ടും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് എടുത്തത് കേട്ടോ. ഞാനും വേദയും ട്വിന്നിങ് ആവാമെന്ന് കരുതി. പിന്നെ ഏട്ടനൊരു 2 ഷർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുണ്ടെല്ലാം എടുത്തു. എന്നിട്ട് ഞങ്ങൾ അങ്ങ് നേരെ വീട്ടിൽ പോയി. ഇവർ നിന്നിങ്ങനെ കാര്യമായിട്ട് ഷോപ്പിംഗ് ചെയ്യാം കേട്ടോ. കുറേ സമയം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും പ്രകാശ് ഏട്ടനും എത്തിയിട്ടുണ്ട്. ഇനി അവർ ഷോപ്പിംഗ് ചെയ്യട്ടെ, നമുക്ക് വീട്ടിൽ പോവാം.